അങ്ങനെ കൊച്ചിയിലുള്ള നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് റെപ്റ്റൈഡ്സ് വില്ലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. എൻ്റെ മോനിൽ ഈ റിസോർട്ടിൽ വന്ന് ഫസ്റ്റ് തന്നെ അവൻ്റെ കണ്ണിൽ പെട്ടത് പൂളാണ്. വന്ന പാടെ ചാടിയൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ അപ്സ്റ്റെയർ ആണ്. അവൻ കണ്ടിട്ട് കൂടിയില്ല. ഇനി ഞങ്ങളെ റൂംസ് ഒക്കെ കാണണ്ടേ. ഈ സ്റ്റെയർ കയറി മേളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഫസ്റ്റ് തന്നെ ഈ കാണുന്ന ഒരു കുഞ്ഞു ലിവിങ് ഏരിയ ആണ്. പിന്നെ നമ്മളുടെ മെയിൻ ഏരിയ കിച്ചൺ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് അരിച്ചു വരക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പ് കണ്ടിട്ട് ഞാൻ വന്നിരിക്കുക ഇനി കിച്ചൺ വെക്കുമ്പോൾ ഇതുപോലെ വേണമെന്ന്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ മക്കളുടെ റൂം. ഒരു കാറിൻ്റെ തീമിലാണ് ബെഡൊക്കെ അവർ സെറ്റ് ചെയ്തേക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു ബാൽക്കണി. പിന്നെ നേരെ കാണുന്ന വ്യൂ ബീച്ചും. എൻ്റെ മോൻ കണ്ട സിനിമ സ്റ്റൈൽ വെക്കണം. ആ ഉടുത്തിരിക്കുന്ന ടർക്കി അതിന് പോയാൽ തീർന്ന് അത് പറഞ്ഞപ്പോൾ ഉടനെയാണ് ആ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ റൂമിൽ ടി വി ഉള്ളതുകൊണ്ട് ആച്ചുക്കളി പറയുന്നുണ്ട് ഉമ്മി ഞങ്ങളിവിടെ കിടന്നോളാന്ന്. അച്ഛൻ ടി വിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. ഈ റൂമിൽ നിന്നും സെയിം ബാൽക്കണി വ്യൂവും ബീച്ചിൽ തന്നെയാണ്. വന്നിട്ട് ഇതുവരെ ധരിക്കാനേ കണ്ടില്ലല്ലോ. തേന്ന് ധരിക്കാം. എനിക്കാക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് വെച്ചാൽ എനിക്കാക്ക് ഈ മജ്ലിസ് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. വന്നപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മളെ വീട്ടിലും ഇതുപോലെ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയിടണമെന്ന്. ഭയങ്കര കംഫർട്ടാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉച്ച സമയമായി നമ്മൾ ഇവിടെ കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കും നമ്മൾ റൂമിലേക്ക് ഫുഡ് വരുത്തി അങ്ങനെയാണ് കഴിച്ചത്. ഫസ്റ്റ് തന്നെ കോഴിക്കോട് നമ്മൾ ടേസ്റ്റ് ചെയ്ത ഫുഡ് മന്തിയാണ്. സത്യം പറയാല ഞങ്ങളെ കൊച്ചിയിലെ മന്തി തന്നെയാണ് കേട്ടോ സൂപ്പർ. ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മക്കൾ ഇവിടെ ഇരുന്ന് കഴിക്കണില്ല, പുറത്ത് അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവരെണീച്ച് പോയി. പുറകെ ഞങ്ങൾ പോയി. കാരണം ആ ഒരു വ്യൂ അടിപൊളിയല്ലേ. നമ്മൾ കോഴിക്കോട് വന്നെന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ കോഴിക്കോട് മേപ്പിൾ ബെയർ സ്കൂളിൽ ആനുവൽ ഡേൻ്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് അവിടെ പ്രോഗ്രാം 3 മണിക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും എനിക്ക് പർപ്പിളാണ് ചൂസ് ചെയ്തത്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത ബ്ലാക്കാണ് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ചോദിക്കണ്ടായി ഇത് ലൈക്ക് പർദ്ദ പോലെ ഉണ്ടല്ലോ എന്ന്.